മതനേതാക്കളെ മുന്നിൽ നിർത്തി അൽ മുക്താദിർ ജ്വല്ലറി ഉടമ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ഇരകളായത് ഒട്ടനവധി പേരാണ്. കൊല്ലം ജില്ലയിലാണ് കൂടുതൽ പേർക്കും പണം നഷ്ടമായത്. 2000 കോടിയിലേറെ തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമ മൻസൂർ രാജ്യം വിട്ടതായാണ് വിവരം. അൽ മുക്താദിർ ജ്വല്ലറി ഉടമയായ മൻസൂർ നടത്തിയത് ചില്ലറ തട്ടിപ്പല്ല. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നുവെന്ന് വ്യാപക പ്രചാരണം നടത്തി. മതവിശ്വാസം മുതലെടുത്ത് ഓരോരുത്തരിൽ നിന്നും മുൻകൂറായി പണം വാങ്ങി. പിന്നീട് സ്വർണവുമില്ല, പണവുമില്ല. ഇസ്ലാമിക കച്ചവട രീതിയിൽ വിശ്വാസമർപ്പിക്കണമെന്ന മതനേതാക്കളുടെ വാക്കുകൾ കേട്ടവരാണ് ഈ വമ്പൻ തട്ടിപ്പിന് ഇരകളായത്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമ്മൾ ആരായാലും വിശ്വസിച്ചു. അത്രയും ഒരു ഇസ്ലാമിൻ്റെ കച്ചവട രീതി എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ മൻസൂർ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി കച്ചവടം ചെയ്യുന്നതെന്നും അത് നിങ്ങൾക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഉപയോഗം ഉണ്ടാവുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ്. ആ വിശ്വാസത്തിലൊക്കെയാണ് കോടികൾ ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. നമ്മുടെ മതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സംസ്ഥാനത്തെ 50-ലധികം ബ്രാഞ്ചുകളിൽ നിന്ന് 2000 കോടിയിലേറെ കൈക്കലാക്കിയതായാണ് വിവരം. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഉടമയായ മൻസൂർ രാജ്യം വിട്ടു. പണം നഷ്ടപ്പെട്ടവർ ഇന്ന് നീതിക്ക് വേണ്ടി പോരാടുകയാണ്. പല റൂമേഴ്സും വരുന്നുണ്ട്, ദുബായിലുണ്ട് എന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. പക്ഷേ വ്യക്തമായ ഒരു ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ ലാസ്റ്റിലൊരു പോസ്റ്റ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാറി നടന്നപ്പോൾ ലാസ്റ്റിലൊരു പോസ്റ്റ് വന്നിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കക്ഷി പൈസ കൊടുക്കും, അടുത്ത ഓഗസ്റ്റോടുകൂടി പൈസ കൊടുക്കും, ഇതിൽ ഒരു പരാതിയും ഇല്ലാതെ കേസൊന്നും കൊടുക്കാവുന്ന ആൾക്കാർക്ക് മുൻഗണന കൊടുത്ത് പൈസ കൊടുക്കും. അങ്ങനെ ഒരു പുതിയൊരു പൊളിറ്റിക്സ് കക്ഷി ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി കക്ഷിയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വികസിപ്പിക്കുകയായിരുന്നു നമ്മൾ അറിഞ്ഞില്ല. ജ്വല്ലറി ഉടമയ്ക്കെതിരെ ഇതിനോടകം 300-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സഹായികൾ നാട്ടിലുണ്ടായിട്ടും നടപടിയില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം. ഏകദേശം ഒരു 42 മാസത്തിനകത്തായി ഞാൻ FIR ഇട്ടിട്ട്. അതുപോലെ എൻ്റെ അറിവിലായിട്ട് FIR ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എന്നും FIR ഇടുന്നുണ്ട്. പക്ഷേ അതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമോ ഈ പ്രതി നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്ക് ഒരു ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ട് പുള്ളിയെ തിരയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള 2, 3, 4 പ്രതികളായ ആൾക്കാരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനോ ഒന്നുമുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. പണം നഷ്ടമായവർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. നടപടി വൈകുന്നതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവും സംഘടിപ്പിച്ചു. തട്ടിപ്പ് നടത്തിയ മൻസൂറിനെ ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ്. ജനം, കൊല്ലം.